നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് BJP-യിൽ ചേർന്നു. കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പുതിയ ചുവടുമാറ്റം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നത് എന്തെങ്കിലും മോഹം കൊണ്ടാകാമെന്ന് കോൺഗ്രസ് നേതാവ് KPCC മുൻ ട്രഷറർ KK കൊച്ചു മുഹമ്മദാണ് സുജിഷയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് BJP-യിൽ ചേർന്നു. കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പുതിയ ചുവടുമാറ്റം. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടെന്ന ആരോപണങ്ങൾ നിലനിൽക്കെയാണ് നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്തിന്റെ BJP-യിലേക്കുള്ള ചുവടുമാറ്റം. സുജിഷയ്ക്കൊപ്പം മഹിളാ കോൺഗ്രസ് നേതാവ് ഷാലി ജഗനും കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലെത്തി. തൃശൂരിൽ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അവർ തങ്ങൾ പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നതായി പ്രഖ്യാപിച്ചത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ 10 വർഷമായി താൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സുജിഷ കള്ളിയത്ത് പറഞ്ഞു. 5 വർഷം വൈസ് പ്രസിഡന്റായിരുന്ന താൻ കഴിഞ്ഞ 5 വർഷമായി പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ്. നിരവധി പ്രവർത്തനങ്ങൾ നേതൃത്വത്തിന്റെ സഹകരണമില്ലായ്മ കാരണം നടത്താനായില്ല. 2.5 വർഷമായി ഭരണസമിതിയിലെ തങ്ങളുടെ 10 അംഗങ്ങളിൽ നിന്ന് പോലും വലിയ അവഗണനയാണുണ്ടായത്. കൂട്ടായ്മയുടെ കുറവാണ് ഭരണസമിതിയിൽ താൻ നേരിട്ടത്. രാഷ്ട്രീയത്തിൽ നിന്നുപോലും വിട്ടുനിൽക്കാൻ ആഗ്രഹിച്ചിരിക്കെ വരദ മിഷൻ വായിച്ചറിഞ്ഞതോടെയാണ് തീരുമാനം മാറ്റി BJP-യിൽ ചേർന്നതെന്നും സുജിഷ കള്ളിയത്ത് പറഞ്ഞു. ഇരുവരെയും BJP നേതാക്കൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. 10 വർഷമായി കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 5 വർഷം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായും ഈ 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തന രംഗത്ത് വന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമില്ലായ്മ മൂലം പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നിരവധി പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരന്മാർ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ആ വിഷനുകളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് മാത്രമല്ല മൊത്തം ആവശ്യമായ കാര്യങ്ങളാണ് അതിലുള്ളത്. അത് തുടർന്നുകൊണ്ട് പോകാൻ, അത് പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് തോന്നി. ആ ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. പൊതുവായിട്ട് ഒരു 2-2.5 വർഷക്കാലമായിട്ട് ഭരണസമിതിയിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണസമിതി ഞങ്ങളുടെ 10 അംഗങ്ങളിൽ നിന്ന് തന്നെ വളരെയധികം അവഗണന നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു. പലതവണ രാജിവെക്കാനായിട്ട് ശ്രമിച്ചതും കൂടിയാണ്. ആ ഘട്ടത്തിൽ നമ്മുടെ വാർഡിൽ നിന്ന് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് കാലാവധി പൂർത്തീകരിക്കാനായിട്ട് നിന്നത്. എടുത്തു പറയത്തക്ക പേരുകളല്ല, പൊതുവായി ഓരോ വാർഡിലും ഓരോ മെമ്പർമാർക്കും ഗോഡ് ഫാദർമാരുണ്ട്. അവർ ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നതിനനുസരിച്ച് ഒരു കൂട്ടായ്മയില്ലാതെ നമുക്ക് ഒരു കാര്യത്തിലും വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയായിട്ട് രാഷ്ട്രീയം തന്നെ വിടണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇത്തവണ മുതൽ മത്സരത്തിനേ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് മാറി നിന്നത്.
ആ സമയത്താണ് ഇങ്ങനൊരു വരദ ആ ഒരു മിഷനുമായിട്ട് നമ്മുടെ സഹോദരന്മാരെത്തിയത്. അപ്പം അത് വായിച്ചപ്പോൾ തോന്നി മാറി നിൽക്കേണ്ട, നമ്മളാർക്കാണ് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ സേവനം ആർക്കാണ് ആവശ്യം, അവർക്കത് നൽകേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിലൊരു പൗര എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീണ്ടും വിചാരത്തിന് മുന്നിട്ടിറങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. ചേർപ്പ് പഞ്ചായത്തിലെ 22 വാർഡുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ എന്നിവയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പഞ്ചായത്തിലെ 22 സ്ഥാനാർത്ഥികൾ, ബ്ലോക്ക് സ്ഥാനാർത്ഥി എന്നിവർക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ സ്ഥാനാർത്ഥി CS സംഗീതും പത്രിക സമർപ്പിച്ചു. പെരുമ്പിളിശ്ശേരി സെന്ററിൽ നിന്ന് പ്രവർത്തകരുമായി പ്രകടനത്തോടെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തിയത്. LDF നേതാക്കളായ AS ദിനകരൻ, M നാരായണദാസ്, KK അനിൽ, PK ലോഹിതാക്ഷൻ, M മധു, അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, PS സനദ്, PA ഷാജഹാൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത് എന്തെങ്കിലും മോഹം കൊണ്ടാകാമെന്ന് കോൺഗ്രസ് നേതാവ്. KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദാണ് സുജിഷയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. സുജിഷ കള്ളിയത്ത് ചേർപ്പ് പഞ്ചായത്തിൽ 10 വർഷക്കാലമായ അധികാരത്തിൻ്റെ ഭാഗമായി നയിക്കുന്ന ഒരു സഹോദരിയാണ്. അവർ പൊടുന്നനെ BJPയിൽ പോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. മറ്റെന്തെങ്കിലും മോഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും BJPയിൽ പോകുന്നവരൊക്കെ തന്നെ അവിടെ എത്തിപ്പെടുന്നത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധിക്കുന്ന വിഷയമേ അല്ല. കഴിഞ്ഞ 5 കൊല്ലക്കാലം വൈസ് പ്രസിഡൻ്റായും 5 കൊല്ലക്കാലം കോൺഗ്രസിൻ്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും അധികാരത്തിലിരുന്ന ആൾ പൊടുന്നനെ BJPയിലേക്ക് പോകുന്നത് മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. BJPയുടെ ഒരു പ്രവർത്തനവും നമ്മുടെ പഞ്ചായത്തിൻ്റെ അകത്ത് ആകർഷകമല്ല. BJP അധികാരത്തിൽ വന്നാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വ സ്വഭാവത്തിന് പോറലേൽക്കും എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഈ മാറ്റം കോൺഗ്രസിനെ ബാധിക്കുന്നതല്ല. കോൺഗ്രസ് ചേർപ്പിൽ ഒരു വളക്കൂറുള്ള മണ്ണാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ പരിപാടികൾ തയ്യാറാക്കി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. നേതൃത്വം ഇതിൽ കാലാകാലങ്ങളിലുള്ള വിഷയങ്ങളിൽ ഇടപെടാറുമില്ല. നേതൃത്വം ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ, ഒന്ന് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രവർത്തനം സജ്ജമാക്കുക, ചന്ത വിപുലീകരിക്കുക. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടും അതൊന്നും നടപ്പിലാക്കാൻ അവർ തയ്യാറായില്ല. വാർഡുകളിലേക്ക് കുറേ പണങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു നടപടിക്രമം എന്ന രീതിയിലാണ് അതൊക്കെ നടന്നു പോകുന്നത്. അതിലിന്ന് പഞ്ചായത്തിൽ ഭരിച്ച എല്ലാ ആളുകളും അതിൽ കൂട്ടുനിന്നിട്ടുണ്ട്. പിന്നെ BJPയുടെ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ആകൃഷ്ടമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ പദ്ധതികൾ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് അവസ്ഥ എന്ന് അവിടെ പോയാൽ അറിയാവുന്നൊരു കാര്യമാണ്. BJPയിലേക്ക് പോയിട്ടുള്ള കോൺഗ്രസ്സിലെ വലിയ നേതാക്കന്മാർ ഇന്ന് റോട്ടിൽ തലങ്ങും വിലങ്ങും നടക്കുകയാണ് പുതിയ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ എന്തെങ്കിലും മോഹം വെച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ അത് പോകാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതിന് പാർട്ടിയുടെ നയങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റം പറഞ്ഞിട്ടോ നേതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടോ പോകുന്നതിന് ഒരു അർത്ഥവുമില്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇടപെടലും നേതൃത്വമാകട്ടെ പാർട്ടിയാകട്ടെ ചെയ്യാറില്ല. പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാറുമില്ല. ഇതാണ് പഞ്ചായത്തിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ. ഇനി തദ്ദേശ പോരിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വീണ്ടും കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേദിയാവുകയാണ്.
14 വാർഡുകളുണ്ടായിരുന്ന അവിണിശ്ശേരി പഞ്ചായത്തിൽ വിഭജനത്തിനു ശേഷം 2 വാർഡുകൾ കൂടി ചേർന്നതോടെ 16 ഉയർന്നു. 10 വർഷമായി BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ BJPക്ക് 6, കോൺഗ്രസ് 3, CPM 3, CPI 2 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. ഇത്തവണ മുൻവർഷങ്ങളേക്കാൾ കടുത്ത മത്സരമാണ് അവിണിശ്ശേരി പഞ്ചായത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് BJP ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പറഞ്ഞു. അംഗൻവാടി, പകൽവീട്, വിവിധ റോഡുകൾ, കാനകളുടെ നവീകരണം, വൈദ്യുത ലൈൻ ദീർഘിപ്പിക്കൽ തുടങ്ങി ഭരണസമിതി നടപ്പിലാക്കിയത് നിരവധിയാണ്. ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് മാലിന്യ ശേഖരണത്തിനുള്ള MCF കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. 2 കോടി രൂപ ചെലവിൽ പ്രധാനമന്ത്രി സമഗ്ര സംയോജന പദ്ധതി പ്രകാരം ചൊവ്വൂർ കപ്പേള PMG ശ്രീ റോഡ് സഞ്ചാരയോഗ്യമാക്കി. കഴിഞ്ഞ 10 വർഷമായി അവിണിശ്ശേരിയിലെ പൊതുജനങ്ങൾ തങ്ങളെ ഹൃദയത്തിലേറ്റിയെന്നതിന് തെളിവാണ് സുസ്ഥിരമായ ഭരണം കാഴ്ചവെക്കാനായത്. സുരേഷ് ഗോപി രാജ്യസഭാ MP ആയിരിക്കെ ദത്തെടുത്ത പഞ്ചായത്താണ് അവിണിശ്ശേരി. 1 കോടി രൂപ ചെലവഴിച്ച് 5ലേറെ പൊതുകുളങ്ങളാണ് നവീകരിച്ചത്. 10 വർഷത്തിനിടെ ഒരു അഴിമതി ആരോപണം പോലും ഭരണസമിതിക്കെതിരെ ഉയർത്താനായിട്ടില്ല. 2024-25 വർഷം പദ്ധതി വിഹിതം വിനിയോഗത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനമാണ് പഞ്ചായത്ത് നേടിയതെന്നും ഹരി സി നരേന്ദ്രൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ തയ്യാറെടുപ്പോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് BJP രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം അവിണിശ്ശേരിയിലെ പൊതുജനം ഞങ്ങളെ ഹൃദയത്തിലേറ്റിയതിൻ്റെ തെളിവാണ് സുസ്ഥിരമായൊരു ഭരണം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നാനാവിധ വിഭാഗങ്ങളിലുള്ള എല്ലാ ജനങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 10 വർഷം സമഗ്രമായൊരു മാറ്റം അവിണിശ്ശേരിക്കുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട MP രാജ്യസഭാ MP ആയിരിക്കെ ദത്തെടുത്ത പഞ്ചായത്താണ് അവിണിശ്ശേരി. ഏകദേശം 2 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പണം ഉപയോഗിച്ച് അവിണിശ്ശേരിയിൽ നടത്താൻ കഴിഞ്ഞു. പുതിയ അങ്കണവാടി വന്നു, പകൽ വീട്, വിവിധ റോഡുകൾ, കാനകൾ, വൈദ്യുതി ലൈൻ ദീർഘിപ്പിക്കൽ തുടങ്ങി ഒട്ടനവധി പദ്ധതികൾക്ക് അദ്ദേഹം പണം ചിലവഴിച്ചു. പഞ്ചായത്തിൻ്റെ തന്നെ ഫണ്ട് ഉപയോഗിച്ച്, ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപയുടെ ഒരു MCF കെട്ടിടം, മാലിന്യ ശേഖരണത്തിനായിട്ട് ഒരു MCF കെട്ടിടം പണി പൂർത്തീകരിക്കുകയാണ്. പുതിയ 2 അങ്കണവാടികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 2 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചൊവ്വൂര് ചെറിയ കപ്പേള PMGSY റോഡ് സഞ്ചാരയോഗ്യമായി. നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികളുടെ ഫണ്ടുകൾ ഈ കാലഘട്ടത്തിൽ അവിണിശ്ശേരിയിലേക്ക് തേടിയെത്തി. 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് 5ലധികം പൊതുകുളങ്ങൾ നമ്മൾ നവീകരിച്ചു. അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല, നാളിതുവരെ ഒരു അഴിമതി ആരോപണം പോലും ഈ ഭരണസമിതിക്കെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്കായിട്ടില്ല. യാതൊരുവിധ സമരങ്ങളും പഞ്ചായത്തിലേക്ക് വരുന്ന സ്ഥിതിയുണ്ടായില്ല. എല്ലാ ജനങ്ങളുടെയും പിന്തുണ തേടിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ BJP അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല, വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം 2024-25 വർഷത്തിൽ പദ്ധതി വിഹിത വിനിയോഗത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനം അവിണിശ്ശേരിക്കായിരുന്നു. സ്റ്റേറ്റ് തലത്തിൽ തന്നെ 4ാം സ്ഥാനം നേടാൻ നമുക്ക് സാധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ്, വിജയപ്രതീക്ഷയോടുകൂടിയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 12ലധികം സീറ്റ് നേടി ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി തുടർ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. എന്നാൽ എല്ലാ മേഖലകളെയും മുരടിപ്പിച്ച ഭരണമായിരുന്നു BJP നയിച്ച ഭരണസമിതിയുടേതെന്ന് കോൺഗ്രസ് അംഗം VI ജോൺസൺ പറഞ്ഞു. റോഡുകളുടെ നവീകരണം തുടങ്ങി പല മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ തഴയപ്പെട്ടു. മുൻവർഷങ്ങളിൽ കോൺഗ്രസ് നടപ്പിലാക്കി തുടങ്ങിയതാണ് പല വികസന പ്രവർത്തനങ്ങളും. ഇതെല്ലാം പിന്നീട് ഭരണത്തിലേറിയ മറ്റു മുന്നണികൾക്ക് തുടരാനായില്ല എന്നത് പരാജയമാണ് കാണിക്കുന്നത്. മിനി സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐതിഹാസികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡിലും തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഐക്യജനാധിപത്യ മുന്നണി 16 വാർഡിൽ ഒരേ സമയം സ്ഥാനാർത്ഥിയെ നിർണയിച്ച് പ്രവർത്തനത്തിന് നേതൃപരമായിട്ടുള്ള പങ്കുവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ഗ്രാമപഞ്ചായത്ത് അവിണിശ്ശേരിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തോളം
ഈ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിയായിരുന്നു അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നത്. ഈ ഗ്രാമപഞ്ചായത്തിൽ സർവത്ര മേഖലകളിൽ വികസനപരമായുള്ള കാര്യങ്ങളിലേക്ക് എത്തി നോക്കുവാൻ പോലും സാധിക്കാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിലവിലുള്ള റോഡുകളുടെ റീടാറിങ് നടത്തുക, കാനകൾ വൃത്തിയാക്കുക, സ്ട്രീറ്റ് ലൈറ്റുകൾ ഇടുക എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമല്ലാതെ പൊതുവായിട്ടുള്ള വികസനപരമായ കാര്യങ്ങളിലേക്ക് എത്തി നോക്കുവാൻ പോലും BJPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ നഗ്ന സത്യത്തിലൂടെയാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ ജനവാസികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമപഞ്ചായത്ത് 1978 രൂപീകൃതമായി 1979 മുതൽ 2005 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു ഈ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ഇത്രയും കാലത്തോളമുള്ള കാലഘട്ടത്തിൽ അവണിശ്ശേരിയിൽ ഐതിഹാസികമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാലക്കൽ ജംഗ്ഷനിലുള്ള പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതേപോലെ തന്നെ ചെറുവത്തേരി കമ്മ്യൂണിറ്റി ഹാൾ, അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ സർവത്ര മേഖലകളിൽ പൊതുവായിട്ടുള്ള കൃഷി ഓഫീസ്, ഹോമിയോ ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി, അലോപ്പതി ഡിസ്പെൻസറി ഉൾപ്പെടെയുള്ള മൃഗാശുപത്രി ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശത്തുള്ള പൊതുവായിട്ടുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തോളം മുൻപുള്ള വികസനപരമായ കാര്യങ്ങളും കൂടി തുലനം ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമായിട്ടാണ് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലുള്ളൊരു കാഴ്ചപ്പാടായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ സർവത്ര മേഖലകളിൽ ഒരു വികസനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ചെറുവത്തേരി കമ്മ്യൂണിറ്റി ഹാൾ ആധുനിക രീതിയിലുള്ള AC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളായിട്ട് നിലനിർത്തുവാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ പാലിശ്ശേരി പ്രദേശത്ത് നമുക്കറിയാം പതിറ്റാണ്ടുകളോളമായി പഞ്ചായത്തിൻ്റെ ഒരു കളിസ്ഥലം യുവതിയുവാക്കൾക്ക് കായികപരമായ കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു സ്ഥലം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലുണ്ട്. ആ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വഴി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ നാട്ടിലെ ആളുകളുടെ സഹായ സഹകരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വഴി വാങ്ങുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികം കൈപ്പറ്റിക്കൊണ്ട് ആ വഴി ഏറ്റെടുത്തുകൊണ്ട് ആ പ്രദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള വികസനം, ഒരു സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലേക്കും മുന്നോട്ട് പോകുവാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലുള്ള എല്ലാ അർത്ഥത്തിലും ആബാലവൃദ്ധജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്നുള്ളത് ഈ പ്രദേശത്തുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ 10 വർഷമായി ഭൂരിപക്ഷമില്ലാത്ത BJPയുടെ ദുർഭരണമാണ് ഉണ്ടായതെന്ന് CPI പഞ്ചായത്ത് അംഗം KA പ്രദീപ് പറഞ്ഞു. അതാത് MLA മാർ നൽകുന്ന ഫണ്ടുകൾ വിനിയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. റോഡുകൾ, കാനകൾ തുടങ്ങിയവയ്ക്കെല്ലാം MLA വലിയ തോതിലാണ് ഫണ്ടുകൾ നൽകിയത്. സുരേഷ് ഗോപി MPയുടെ ഏത് ഫണ്ടാണ് ഇവിടെ ചെലവഴിച്ചത്? അവണിശ്ശേരി ഹെൽത്ത് സെന്റർ കെട്ടിടം നിർമ്മിക്കാൻ 50 ലക്ഷം അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ BJP ഭരണസമിതിക്കായില്ലെന്നും CPI അംഗം കുറ്റപ്പെടുത്തി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവണിശ്ശേരി പഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരെ വോട്ടുകൾ നൽകി വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രിയപ്പെട്ട വോട്ടർമാർ കാത്തിരിക്കുകയാണ്. അതിന് പ്രധാനമായ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷമായി ഭൂരിപക്ഷമില്ലാതെയും ഇവിടെ തുടർന്ന BJPയുടെ ദുർഭരണത്തിനെ തുടർന്ന് എന്താണ് BJP ഇവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെന്നൊക്കെ ഇവിടുത്തെ പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും അവണിശ്ശേരിയിലെ വിവിധ വാർഡുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങൾ നടത്തിയത് ആരാണെന്ന് നമ്മുടെ ജനങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ LDF പ്രവർത്തകർക്ക് കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വികസനങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷവും നമ്മളവിടെ നടന്നത്. BJP പറയുന്നത് അവരുടെ സുരേഷ് ഗോപിയുടെ വളരെ വലിയ പദ്ധതികളാണ് നടപ്പിലാക്കിയെന്ന് സൂചിപ്പിക്കുന്നു. എന്താണ് സുരേഷ് ഗോപി ചെയ്തതെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ആശുപത്രി കെട്ടിടത്തിന് 50 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അവണിശ്ശേരി PHSക്ക് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയുള്ള
ഫണ്ട് അനുവദിച്ചത് അത് പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആളുകളാണ് ഈ BJPയുടെ ഇവിടുത്തെ ഭരണസമിതി. ആ ഫണ്ട് ഇവിടെ ലഭ്യമായില്ല. പക്ഷേ LDF ജനപ്രതിനിധികൾ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന VG വനജകുമാരി, നമ്മുടെ MLA CC മുകുന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫണ്ടുകൾ വിനിയോഗിച്ച് നമ്മുടെ പാലിശ്ശേരി അവണിശ്ശേരിയുള്ള ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൻ്റെ പണി പൂർത്തീകരിക്കുന്നു. 45 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നമ്മുടെ കൃഷി ഓഫീസിൻ്റെ പണി നമ്മൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. 30 ലക്ഷം രൂപ MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ആശുപത്രിക്കുള്ളിൽ വനിതാ ജിംനാഷ്യം സെൻറ്റർ VG വനജകുമാരിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ പ്രവർത്തനം നടക്കുന്നു. ആയുർവേദ ആശുപത്രിക്കുള്ള നടപ്പാതയ്ക്ക് വലിയ ഫണ്ട് അനുവദിച്ചു പണി പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ ദേശീയ മൈതാനത്ത് നടപ്പാത അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതുപോലെ ഒരുപാട് കാനകൾ, ഒരുപാട് റോഡുകൾ, ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജയിച്ച ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ കൊണ്ടുവന്നിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന മെമ്പർമാരെല്ലാവരും പൂർത്തീകരിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ LDF ആണ് ഇവിടുത്തെ അവണിശ്ശേരിയുടെ വികസനങ്ങളിൽ എന്നും മുന്നിൽ നിൽക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 5 സീറ്റ് സമ്മാനിച്ച നമ്മളെ വോട്ടർമാർ ഈ തവണ ഈ പഞ്ചായത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ബാക്കി വരുന്ന സീറ്റുകൾ ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം വളരെ നല്ല രീതിയിൽ തന്നെ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരിച്ച് മുന്നോട്ട് പോകും. വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഇവിടെ സാക്ഷാത്കരിക്കാനുണ്ട്, പൂർത്തീകരിക്കാനുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വീക്ഷിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് ജനപ്രതിനിധികൾ കഴിഞ്ഞ തവണ 3 ജനപ്രതിനിധികൾക്കും CC മുകുന്ദൻ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് 3 ഹൈമാസ്റ്റേറ്റുകൾ അതാത് വാർഡിൽ കൊടുത്തതാണ്. പക്ഷേ അവരുടെ TM പ്രതാപൻ MP 3.5 വർഷം MP ആയിരുന്നിട്ട് പോലും അവരുടെ വാർഡുകളിൽ എത്രത്തോളം വികസനം നടത്തിയെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ BJP ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കണം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പുതിയ 7-ാം വാർഡിൽ 20 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. അതുകൂടാതെ അവിടെ നിന്നുള്ള കാനപ്രവൃത്തി 15 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ BJPയുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ MLA ആയാലും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായാലും ഒരു രാഷ്ട്രീയം നോക്കാതെയാണ് ഇവിടെ ഫണ്ടുകൾ കൊടുത്തത്, വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ LDF അവണിശ്ശേരി ഭരിക്കും. ഇനി ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട്. ബിഗ് ബോസ് വിന്നർ തെരഞ്ഞെടുത്ത പോലെ ആവരുത് ഇനി വരുന്ന മെമ്പർമാരെ തെരഞ്ഞെടുക്കും. ഗവൺമെന്റ് ആശുപത്രിയിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള രോഗികൾക്ക് ചികിത്സ കിട്ടണം. കിട്ടുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഭരണമാണ്. റോഡുകൾ നന്നാക്കാനായിട്ട് അതൊരു പഞ്ചായത്തിൽ ഫണ്ടില്ലെന്ന് പറയണവർ ഇനി ഇലക്ഷൻ്റെ സമയത്ത് എങ്ങനെ ശരിയാകുമെന്നുള്ളത് അറിയില്ല. ജയിച്ചു വരുന്നവരെ എല്ലാവരും തുല്യമായിട്ട് കാണുക, പാർട്ടിപരമായിട്ട് വ്യത്യസ്തമായി കാണാണ്ടിരിക്കുക. ഞങ്ങൾക്കും പറയാനുണ്ട് ടീം ഇന്ന് പാർലം പഞ്ചായത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കോടന്നൂരാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കോടന്നൂർ അനുദിനം വികസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാൻ പറ്റും, വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പരാതികൾക്കും പരിഭവങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല പാർലം പഞ്ചായത്തിൽ. എന്തായാലും ഞങ്ങൾ നീട്ടുന്നില്ല, അവർ പറയുന്നു ഞങ്ങൾക്കും പറയാനുണ്ട്. സുലേട്ടാ, എങ്ങനെയുണ്ട് ഓട്ടൊക്കെ? ഓട്ടം 19 വണ്ടിന് ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കണ്. ആവറേജ് വണ്ടികൾ കൂടി വരുന്നു, അതിനിടയിൽ ഓട്ടങ്ങൾ കുറയുന്നു. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആവേശമൊക്കെ ആയോ? അതായി വരുന്നു. അത് തന്നെ. എത്ര വാർഡായിരുന്നു സുലേട്ടാ? എത്ര വാർഡിലായിരുന്നു? 3-ാം വാർഡ്. അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. വികസനം എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു 5 വർഷത്തെ വികസനമൊക്കെ? നല്ല ഇതിൽ തന്നെയായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ്, റോഡുകൾ, ചാല്, വെള്ളം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. അവിടെ ഇങ്ങനെ കുടിവെള്ള പ്രശ്നമുണ്ടോ? ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തില്ല, 3-ലൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷത്തെ ഒരു പാർലത്തിന്റെ ഒരു വികസന കാഴ്ചപ്പാടൊക്കെ സുലേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? മൊത്തത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് വന്നിട്ടുള്ളത്. വികസനങ്ങൾ, റോഡായാലും ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റ് ആയാലും എല്ലാം കൊണ്ടും നല്ല രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല അഭിപ്രായമാണ് ആൾക്കാർക്ക്, നമ്മൾ ഇടപെടുന്ന ആൾക്കാർക്ക്.
ഇനി എങ്ങനെയാണ് ഇനി വരുന്ന ആളുകളോട് എന്താണ് ആവശ്യപ്പെടാനുള്ളത്? ഇനിയിപ്പോൾ വരുന്നവര് ഏത് പാർട്ടി വന്നാലും അത് ഇതേപോലെ തന്നെ മുന്നേറി പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ കോടന്നൂരിനെ ഇവിടെ ഈ ഒരു സെന്ററൊക്കെ കുറച്ച് വികസനത്തിലേക്ക് എത്തണ്ടേ? പഴയത് വെച്ച് നോക്കുമ്പോൾ നല്ല വികസനം തന്നെയാണ് ഇപ്പോൾ കാണാനുള്ളത്. ഒന്നും കൂടിയും മെച്ചപ്പെട്ട് വരണം എന്നാണ് പറയാനുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത മാതിരിയാണ് തോന്നണത്. പൊതുവെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ തോന്നുന്നുണ്ട്. പിന്നെ താഴ്ന്ന അടിത്തട്ടിൽ കിടക്കുന്നവരെ വളരെയധികം സഹായിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണത്തെ സംബന്ധിച്ച് കാർഷിക മേഖലയാണ്, കൃഷിക്കാണ് കൂടുതലൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു നോക്കുമ്പോൾ ചേട്ടൻ്റെ കാഴ്ചപ്പാടെന്ന്? ഇപ്പോൾ കണ്ടമാനം സബ്സിഡികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നെല്ലിന് വില കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്നാണ് തോന്നണത്. എല്ലാവർക്കും ഈ അഭിപ്രായം ആയിക്കൊള്ളുന്നില്ല, ആവാനും കുഴപ്പമില്ല. എന്താണ് പുതിയ വരുന്ന ജനപ്രതിനിധികളോട് ഒരു വോട്ടർ എന്ന രീതിയിൽ എന്താണ് പറയുക? പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ആളുകൾ നോക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു കളറുകളെയല്ല, മറിച്ച് വ്യക്തികളുടെ ഒരു പ്രഭാവത്തെ നോക്കുന്നുണ്ട്, വ്യക്തിബന്ധങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങേ ഏതാണ് നോക്കുന്നത്? രണ്ടും നോക്കണം. പ്രവർത്തനവും ആളുടെ സ്വഭാവ രീതിയും കാര്യങ്ങളും ഒക്കെ നോക്കണം. പൊതുവെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളായിരിക്കണം. പ്രവർത്തനങ്ങളും അതുപോലെ ആയിരിക്കണം. അങ്ങനെയുള്ള വേണ്ടത്. ജയിച്ചു വരുന്ന ആളുകൾ ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും ഈ പല ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥാനാർത്ഥി ആകുമ്പോഴാണ് പലരെയും കാണുന്നത്. അത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കാണാം, പിന്നെ ആ വ്യക്തിയെ കാണാറേ ഇല്ല എന്നുള്ളൊരു അഭിപ്രായമൊക്കെ പറയുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇപ്പം എല്ലാവരും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ സമീപിക്കുകയാണ് ഇത്. അപ്പോൾ ഒരു മെമ്പർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ എന്ന് വെച്ചാൽ അയാൾക്ക് അതിന് പരിധികളുണ്ട്. അയാളുടെ സ്വന്തം കാര്യങ്ങളുണ്ടല്ലോ, അതും കുറച്ച് നോക്കണമല്ലോ. അയാളുടെ ഫാമിലി കാര്യങ്ങളും നോക്കണം. അപ്പോൾ ഓരോ വിഷയങ്ങളും ചെറുതുണ്ടാകുമ്പോൾ ഓടിയെത്താനും അതിൻ്റെ കാര്യങ്ങൾക്ക് ഓടെത്താൻ പറ്റും. അത് ബ്ലോക്കിലായാലും ആർക്കായാലും അത് വലിയ തലത്തിലായാലും നമ്മുടെ മാത്രം കാര്യങ്ങൾ അറിയണല്ലോ. മറ്റുള്ളവരുടെ കാര്യങ്ങളും അവരുടെ സ്വന്തം കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണല്ലോ. ജയിച്ച് വരുന്ന വ്യക്തിയോട് എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? ജയിച്ചു വരുന്നവരെ എല്ലാവരും തുല്യമായിട്ട് കാണുക, പാർട്ടിപരമായിട്ട് വ്യത്യസ്തമായി കാണാണ്ടിരിക്കുക, മാക്സിമം എന്താണെന്ന് വെച്ചാൽ വിളിച്ചിരിക്കുന്നോട് ചെല്ലുക. കാര്യങ്ങൾ രണ്ട് കൂട്ടരും കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഒരു സൈഡ് മാത്രം നോക്കി നിൽക്കാതെ രണ്ട് തുല്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വട്ടം മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഉഷാറായിട്ട് പോകുന്നുണ്ട്. പഴയതുപോലെ അല്ല, ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. കോടന്നൂർ ഒരു ദിനം അല്ലേ ഓരോ ദിനം പ്രതി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ സ്റ്റാഫാണ്, ഓണർ വേറെയാണ്. ഇലക്ഷന്റെ വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ റോഡുകളും ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ റോഡാണ്. അതിപ്പോ അതൊന്നാം വാർഡ്. അത് ഇത്തിരി ഒരു അപാകതകളൊക്കെ ഉണ്ട്. അത് ഇന്ന് റെഡിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സംസാരിച്ചെല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പകുതി കോൺക്രീറ്റ് ചെയ്തിട്ട് പകുതി പിന്നെ ടാറിങ്ങാണ്. അത് 2-3 വീട്ടുകാർക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞെല്ലാം റെഡിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നുള്ളത് ബിഗ് ബോസിലെ അവസ്ഥ വരരുത്. നല്ല മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാണ്ട് ഇത് കൊടുത്തല്ലോ, കഴിവുള്ള ആളുകളെ കൊണ്ടുവരണം. ബിഗ് ബോസ് വിന്നർ തെരഞ്ഞെടുത്ത പോലെ ആവരുത് ഇനി വരുന്ന മെമ്പർമാരെ തെരഞ്ഞെടുക്കും. കോടന്നൂരിനെ പ്രത്യേകിച്ച് പറയാനുണ്ട്. അതുപോലെ ആവരുത്, ബിഗ് ബോസ് പോലെ ആവരുത്. അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ നല്ല സ്ഥാനാർത്ഥികളെ ജനങ്ങൾ തെരഞ്ഞെടുക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു അഭിപ്രായം വലിയൊരു അഭിപ്രായം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കോടന്നൂരിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ആ അഭിപ്രായത്തിന് 100-ൽ 100 മാർക്കാണ്. എന്തായാലും ഇലക്ഷൻ ചൂട് പിടിക്കട്ടെ. ചൂട് പിടിക്കുമോ? ചൂട് തന്നെയല്ലേ, ഫുൾ ചൂടിലല്ലേ ഇവിടെ. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, നല്ല ചൂടിൽ തന്നെയാണ്. പാർലമെന്റ് കുറിച്ച് നോക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണം നല്ലതും പൊട്ടാമെന്നും പറയാൻ നമുക്ക് അഭിപ്രായമില്ല. ഒന്ന് അവരുടെ കഴിവുറവാണ്. കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കിട്ടുന്ന വേദികൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു അപാകതയാണുള്ളത്. അത് പരിചയമില്ലായ്മയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പരിചയമില്ലായ്മയാവാം, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, അവരെ ഒരു പ്രവർത്തന രീതി മോശം എന്നുള്ള, അതായത് ഓരോ വാർഡിനെ സംബന്ധിച്ച് അവരെന്തൊക്കെയോ വീക്ഷിക്കുന്നു. ആ വീഴ്ചയിലുള്ള ഇതിൻ്റെ ആണോ അല്ലെങ്കിൽ അത് കഴിവുക്കുറവാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും വീഴ്ചയുണ്ട്. കിട്ടുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഭരണമാണ്. നിലവിൽ എന്താണ് ഇനി പാർലമെന്റ് പഞ്ചായത്തിന് ആവശ്യകത? എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ? ആരോഗ്യ മേഖല, കാർഷിക മേഖല, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തെല്ലാം സൗകര്യങ്ങൾ ഇനി വരേണ്ടതുണ്ട്?
ഇവിടെ ആശുപത്രിയുടെ സേവനമൊക്കെ എങ്ങനെയാണ്? ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രി ഗവൺമെൻറ് ആശുപത്രി ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരെണ്ണം ഒരു പഞ്ചായത്തിലൊരെണ്ണം മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം ഓടിച്ച് നമുക്ക് കാലത്തോട്ട് വൈകുന്നേരം വരെ നമുക്ക് ഒരു സാധാരണക്കാരൻ ഓടിച്ചെന്നാൽ പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്. ആരോഗ്യ മേഖലയിൽ വലിയ കുറവൊന്നുമില്ല. കാർഷിക മേഖല കൃഷിക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ കൃഷിക്കാർക്ക് ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അത് നീണ്ടു പോകും, അവരുടെ കാര്യങ്ങൾ പരിഗണിക്കില്ല. അങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ അറിയില്ല. ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകളൊക്കെ എല്ലാവർക്കും കിട്ടാറൊക്കെ ഉണ്ട്. എന്താണ് പറഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ സത്യത്വം. ചിലരിലേക്ക് എത്തും. അത് പാർട്ടി നോക്കിയിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയാണോ? അതാണോ അതിൻ്റെ അവസ്ഥ? ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സെൻറ്റ് ഭൂമിയില്ല. അവരെ ആധാർ കാർഡിലോ ഇതിലോ രേഖയിലോ ഒരുപാട് ഭൂമിയില്ല. പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ അത് പിന്നീടാവും, അല്ലെങ്കിൽ എഴുതി കൊടുക്ക്, അല്ലെങ്കിൽ അതിന് സമയമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മുന്നേ എഴുതിയവരുണ്ട് എന്ന് പറയുന്ന രീതിയാണുള്ളത്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം എഴുതി കൊടുത്തവർ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ സാധാരണക്കാർ ഇതിൻ്റെ മുകളിൽ അന്വേഷിക്കാൻ പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചില ആളുകളെ മാത്രം തരംതിരിച്ച് സ്നേഹബന്ധങ്ങളിലൂടെ പുറത്തൂടെ സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു എന്നതാണ് എൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു അനുഭവം, എൻ്റെ ഒരു അനുഭവം, അതിനെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള നമ്മളേതായിട്ടുള്ള ആൾക്ക് ഇങ്ങനെ ഒരു സെൻറ്റ് ഭൂമിയോ ഒരു സെൻറ്റ് നിലമോ അല്ലെങ്കിൽ അവരുടെ ഭൂമിയിലേക്ക് സാമ്പത്തികം ഇല്ലല്ലോ. ജോലി പോലും സ്ഥിരതയില്ലാത്ത ജോലിയാണ്. ജയിച്ചു വരുന്നവരുടെ എന്താ പറയാനുള്ളത്? ജയിച്ചു വരുന്ന ഒരു പാർട്ടിയോട് മുഖം നോക്കാതെ സാധാരണ ജനങ്ങൾക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുക. അത് പക്ഷം പിടിക്കരുത്. അത് ആരായിക്കോട്ടെ, നമ്മൾ ആർക്ക് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ആരുടെ ജാതിക്ക് നിന്നു, അല്ലെങ്കിൽ ആരൊപ്പം പോയി, അതൊന്നും നോക്കരുത്. സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയിരിക്കണം. അത്ര മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയ ആവേശം ഈ പുതുതലമുറയ്ക്കൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? പഴയ കാലത്തെ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കവലയിലൊക്കെ ഫ്ലെക്സുകളും എന്ന് വേണ്ട നിരവധി പോസ്റ്ററുകളും ഒക്കെ ഉണ്ട്. ഇന്ന് അതിനൊക്കെ അത്ര കണ്ട ആളുകൾക്ക് താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ? താല്പര്യം കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾ അതിൽ പോകുന്ന രീതി വേറെ അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളിലേക്കോ പോകാത്ത രീതിയിൽ ഇറങ്ങുന്നില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയം വിട്ട് കളഞ്ഞിട്ടില്ല. രാഷ്ട്രീയം ചൂട് പിടിക്കും. അതെന്തായാലും ഇപ്പോൾ ഈ അടുത്ത ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ ചൂട് പിടിക്കും. ഇപ്പോൾ ഒരാഴ്ച മുന്നേ ചൂട് പിടിച്ചിട്ടൊരു വിഷയം ഉണ്ടായി ഇവിടെ. ഈ പ്രാവശ്യം ഒരു കനത്ത പോരാട്ടത്തിലേക്ക് വരാൻ തീർച്ചയായിട്ടും അത് യാതൊരു അംശമില്ല. അതിപ്പോൾ ആര് ജയിക്കും ആര് തോൽക്കും എന്നല്ല പരാതി. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സംഘടന 3 എണ്ണം. അതിൽ നിഷ്പക്ഷമായ ആൾക്കാരെ സാധാരണക്കാരെ വോട്ട് കിട്ടിയാൽ അവർ ജയിക്കും. പാർലത്തിൻ്റെ വികസന നേട്ടങ്ങളും വികസന കോട്ടങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ചികഞ്ഞ് ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഓരോ മുക്കിലും മൂലയിലും പോയി വോട്ടർമാരോട് കുശല സംഭാഷണങ്ങളിലൂടെ അവർക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങളും ഒന്ന് കേൾക്കുകയാണ്. ഞങ്ങളല്ല പറഞ്ഞത്, മറിച്ച് ഞങ്ങളാണ് പറഞ്ഞത്. നാളെ കാണാം ഞങ്ങൾ പറയുന്ന മറ്റൊരു പഞ്ചായത്തിലേക്ക്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MBA പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ VS ദേവികയ്ക്ക് അനുമോദനം. ET ടൈസൺ MLA ആണ് ദേവികയെ അനുമോദിച്ചത്. ദേവികയെ വീട്ടിൽ നേരിട്ടെത്തിയാണ് അനുമോദിച്ചത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, ചന്ദ്രാപിനി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരിലാൽ മാണിയത്ത്, ഷീന വിശ്വൻ, TN അജയ്കുമാർ, TV മനോഹരൻ, ജഗദാംബിക, KR ഹരി, VV സുവീഷ് എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. CBSE സഹോദയ കലോത്സവ വിജയികൾക്കുള്ള ആദരവും കിഡ്സ് ഫെസ്റ്റിൽ നടന്നു. പിന്നണി ഗായകൻ അമൻ സഖ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ സെക്രട്ടറി PM അഹമ്മദ്, മാനേജർ KA ജമാൽ, അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ റസാഖ്, PTA പ്രസിഡന്റ് അഷിത അരുൺ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന CBSE കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ യാസീൻ അൻവർ, പരിശീലക സാബിറ, സഹോദയ ജില്ലാ കലോത്സവ വിജയികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് KG വിഭാഗം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൂളിമുട്ടം AMUP സ്കൂളിൽ നവീകരിച്ച മൈതാനവും മിനി പാർക്കും കുട്ടികൾക്കായി സമർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളാണ് ചടങ്ങിൽ
അരങ്ങേറിയത്. സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദ് മൈതാനവും പാർക്കും ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. MES അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനദ് സദാനന്ദൻ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ സൂരജ്, അബ്ദുൽ ഖാദർ, ഗോകുൽ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. സ്കൂൾ മൈതാനത്ത് നൂതനമായി നിർമ്മിച്ച ടർഫിൽ UPS കളരിപ്പറമ്പ്, AM UPS പാപ്പിനിവട്ടം, കൂളിമുട്ടം AM UPS, UPS എമ്മാട് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുള്ള ഫുട്ബോൾ ടൂർണമെന്റും നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,495 രൂപ, പവന് 91,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പുതിയ ചുവടുമാറ്റം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത് എന്തെങ്കിലും മോഹം കൊണ്ടാകാമെന്ന് കോൺഗ്രസ് നേതാവ്. KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദാണ് സുജിഷയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.